ഗുഡ് മോർണിംഗ് പറഞ്ഞൊരു ടീച്ചറിന് ക്ലാസ് വിഷ് ചെയ്യാം. ഇനി ഇരിക്കാനായിട്ട് പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്, എവരി വൺ പ്ലീസ് സിറ്റ് ഡൗൺ, പ്ലീസ് ബി സീറ്റഡ്, ഓക്കെ ലെറ്റ്സ് ഗെറ്റ് സെറ്റിൽഡ്, ഇങ്ങനെയൊക്കെ പറയാം. ഇനി അറ്റൻഡൻസ് എടുക്കാൻ നേരം ഐ എം ഗോയിങ് ടു ടേക്ക് യുവർ അറ്റൻഡൻസ് അല്ലെങ്കിൽ ലെറ്റ്സ് ടേക്ക് അറ്റൻഡൻസ് നൗ. ഇനി നമ്മൾ അപ്പോൾ ആരെങ്കിലും ആബ്സെൻ്റ് ആണെന്ന് ഇങ്ങനെ ചോദിക്കാം. ഈസ് എനിബഡി ആബ്സെൻറ്റ് ടുഡേ, ആർ ദർ എനി ആബ്സെൻറ്റീസ്, ഈസ് ആബ്സെൻറ്റ്, ഇങ്ങനെയും ചോദിക്കാം. അറ്റൻഡൻസ് എടുക്കാൻ നേരം മിസ്സുമാർ ചോദിക്കാറുണ്ട് ഇന്നത്തെ ദിവസം ഏതാണെന്നല്ലേ. അപ്പോൾ അതിങ്ങനെ പറയാം, വാട്ട്സ് ദ ഡേ ടുഡേ, വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ. ശബ്ദം ഉണ്ടാക്കാതിരിക്കാനായിട്ട് കീപ് യുവർ വോയിസ് ഡൗൺ, ഡോണ്ട് ബി ടു ലൗഡ്, നോക്ക് ഇറ്റ് ഓഫ് സ്റ്റുഡൻറ്റ്, സെറ്റിൽ ഡൗൺ എവരി വൺ, പ്ലീസ് ബി ക്വയറ്റ്. എത്രാമത്തെ പേജ് എടുക്കുമെന്ന് പറയാൻ പ്ലീസ് ടേക്ക് ഔട്ട് യുവർ ബുക്സ് ആൻഡ് ടേൺ ടു പേജ് 30, അല്ലെങ്കിൽ ഓപ്പൺ യുവർ ബുക്ക് അറ്റ് പേജ് 10, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പ്ലീസ് ഗോ ടു പേജ് 10. ഏത് പേജിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയാനായിട്ട് വാട്ട് പേജ് ഈസ് ഇറ്റ് പ്ലീസ്, വാട്ട് പേജ് ആർ വി ഓൺ, ആരെങ്കിലും എന്നോട് പറയാമോ, ക്യാൻ എനി വൺ ടെൽ മീ. അപ്പോൾ ആൻസർ എന്താ പറയുക, വി ആർ ഓൺ പേജ് 22, പേജ് 22 നമ്മൾ. നമുക്ക് പോയം വായിക്കാം, ലെറ്റ്സ് റീഡ് ദ പോയം. ഇനി ഇഷ്ടമുള്ളവർ വായിക്കാൻ പറയാറില്ലേ, ആർക്കാണ് ഇഷ്ടമുള്ളത്, ആർക്കാണ് വായിക്കേണ്ടത്, ഹൂ വോണ്ട്സ് ടു റീഡ് ദിസ്. കൈ പൊക്കൂ, സംസാരിക്കുന്നതിന് മുന്നേ കൈ പൊക്കൂ, റേസ് യുവർ ഹാൻഡ്സ് ബിഫോർ സ്പീക്കിംഗ്. ഇനി ആർക്കാ ഉത്തരം അറിയാവുന്നത്, ഹൂ നോസ് ദ ആൻസർ, ആർക്കെങ്കിലും അറിയാവോ, ഡസ് എനി വൺ നോ ദിസ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇത്, ഡു യു റിമെമ്പർ ദിസ്. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് പറയും. അപ്പം മിസ്സിന് എന്ത് പറയാം, ഡോണ്ട് സ്പീക്ക് ഓൾ അറ്റ് വൺസ്, എല്ലാവരും ഒന്നിച്ച് പറയല്ലേ, സ്പീക്ക് വൺ അറ്റ് എ ടൈം, ഒരു സമയം ഒരാൾ പറയൂ, സ്പീക്ക് വൺ അറ്റ് എ ടൈം. ഞാനിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊരു ടീച്ചർ എങ്ങനെ ചോദിക്കാം, ഡു യു വോണ്ട് മീ ടു എക്സ്പ്ലെയിൻ ദിസ് അഗെയിൻ. നീ പറഞ്ഞു തുടങ്ങുമെന്ന് എങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ നീ ആൻസർ പറയും, യു മേ ബിഗിൻ. ഇനി നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ, ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്, ഹോംവർക്ക് ചെയ്തോ, ഡിഡ് യു ഡു യുവർ ഹോംവർക്ക്. ഇനി ഞാൻ ആദ്യം നിങ്ങളുടെ ഹോംവർക്ക് നോക്കട്ടെ, അല്ലെങ്കിൽ ആദ്യം ബുക്ക് ചെക്ക് ചെയ്യട്ടെ, നിങ്ങളെ പറയാം, ലെറ്റ് മീ ചെക്ക് യുവർ ഹോംവർക്ക് ഫസ്റ്റ് എന്നോ, അല്ലെങ്കിൽ ലെറ്റ് മീ ചെക്ക് യുവർ നോട്ട്ബുക്ക് ഫസ്റ്റ് എന്നോ പറയാം. ഒരു കാര്യം എഴുതിയെടുക്കുന്ന റൈറ്റ് ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്. ശ്രദ്ധിക്കണം, പ്രിപ്പോസിഷൻ ഓൺ അല്ല, ഇന്നാണ്. ഇനി ബോർഡിലൊരു കാര്യം എഴുതിയിട്ട് അത് ബുക്കിലേക്ക് എഴുതിയെടുക്കുമെന്ന് പറയാനായിട്ട് പ്ലീസ് റൈറ്റ് ദ ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. ഇനി ഇത് മായ്ച്ചോട്ടെ, ബോർഡ് മായ്ച്ചോട്ടെ എന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത്, ഷാൽ ഐ റബ് ദിസ്. റബ്ബ് എന്നതിന് പകരം മായ്ച്ചോട്ടെ എന്ന് പറയാനായിട്ട് ക്ലീനോ ഇറേസിനോ വൈപ്പിനോ ഒക്കെ ഉപയോഗിക്കാം. ഇനി അല്ലെങ്കിൽ ഷാൽ ഐ ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്. ചില സമയങ്ങളിൽ ടീച്ചേഴ്സ് നമ്മളോട് ക്ലാസ്സിൽ തന്നെ ഗ്രൂപ്പ് ഫോം ചെയ്ത് വർക്ക് ചെയ്യാൻ പറയാറുണ്ടല്ലേ. അപ്പം ഇങ്ങനെ പറയാം, വർക്ക് ഇൻ പെയേഴ്സ്, ഡു ദിസ് ആക്ടിവിറ്റി ഇൻ പെയേഴ്സ്. ഇനി ഗ്രൂപ്പായിട്ട് ചെയ്യാൻ എങ്ങനെ പറയാം, വർക്ക് ഇൻ ഗ്രൂപ്പ്സ്, വർക്ക് ടുഗദർ ഇൻ ഗ്രൂപ്പ്സ്. ഇനി നമ്മുടെ അടുത്ത ഇംഗ്ലീഷ് ക്ലാസ് എപ്പോഴാണ്, വെൻ ഈസ് അവർ നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്. തൊട്ടടുത്ത പീരീഡ് ഏതാ, തൊട്ടടുത്ത ക്ലാസ് ഏതാ, വാട്ട്സ് അവർ നെക്സ്റ്റ് ക്ലാസ്, അല്ലെങ്കിൽ വിച്ച് ക്ലാസ് ഡു വി ഹാവ് നെക്സ്റ്റ്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പ്രിയ എന്ന് പറഞ്ഞ കുട്ടി ആബ്സെൻറ്റ്. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് എങ്ങനെ ചോദിക്കാം, ഡസ് എനിവൺ നോ വാട്ട് ഹാപ്പൻ ടു പ്രിയ, ആരെങ്കിലും പ്രിയയെ കണ്ടോ, ഹാസ് എനിവൺ സീൻ പ്രിയ, എനിവൺ നോ പ്രിയാസ് സ്റ്റേറ്റസ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകുന്നില്ലേ എന്നറിയാനായിട്ട് ഈസ് ദാറ്റ് ക്ലിയർ, ഡു യു ഫോളോ, എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ, ഗോട്ട് ഇറ്റ്, കിട്ടിയില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാം. ആ ലാസ്റ്റ് ബെഞ്ചിൽ എന്താ നടക്കുന്നത്, വാട്ട്സ് ഗോയിങ് ഓൺ ദെയർ ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്. ക്ലാസ് അവസാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ പറയാം, ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ ഫോർ ടുഡേ, ഇന്നേക്ക് അവസാനിപ്പിക്കാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ, താങ്ക് യു എവറി വൺ, ക്ലാസ് ഇസ് ഓവർ, ഹാവ് എ ഗുഡ് ഡേ, ടൈംസ് അപ്പ്, ലെറ്റ്സ് റാപ്പ് അപ്പ്. അതായത് ക്ലാസ് അവസാനിപ്പിക്കാം.